ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പ്രമുഖ ചാനലിന്റെ ഒരു അവതാരക ചോദിച്ച ഒരു ചോദ്യം അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡന്റ് സംഘടന പ്രതിഷേധിക്കുന്നതിൽ എന്താണ് തെറ്റ്? പ്രമുഖ ടാറ്റ ഗ്രൂപ്പിന്റെ വസ്ത്രവ്യാപാര ശൃംഖലയായ സ്റ്റുഡിയോയ്ക്കെതിരെയുള്ള പ്രതിഷേധിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ? അതിൽ സംഘപരിവാർ നടത്തുന്ന ക്യാമ്പയിൻ എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അവതാരക ചോദിച്ചത്. പ്രമുഖ ചാനൽ തുറന്നു പറയാം, ന്യൂസ് 18 ന്യൂസ് 18 അപർണയാണെന്ന് തോന്നുന്നു അവതാരക. എന്തായാലും അതിന് സന്ദീപ് വചസ്പതി ആണ് ആൻസർ നൽകിയത്. കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകി. സാർ അത് കേട്ടിരുന്നല്ലോ. തീർച്ചയായിട്ടും അത് കിട്ടേണ്ട മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് കുറച്ചുകൂടെ ഷാർപ്പാവായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കോളേജ് കാലത്ത് കോളേജുകളിലൂടെ 70കളിലെ 80കളിലെയൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ചില ആൾക്കാരുണ്ട്. വിപ്ലവകാരികളായിട്ട് കടന്നു വന്ന ചില ആൾക്കാർ. അതിന് കഴിഞ്ഞും അത് തുടർന്നുകൊണ്ടിരുന്നു കുറേ കാലത്തോളം. അങ്ങനെ വന്ന കുറേ വിദ്യാർത്ഥികളുടെ വിചാര വിപ്ലവം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അങ്ങ് കമ്മ്യൂണിസം ആയിക്കഴിഞ്ഞു, സോഷ്യലിസം ആയിക്കഴിഞ്ഞു, ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ നടപ്പാക്കപ്പെടുകയാണ്. അങ്ങനെയാണ് ഇപ്പോഴും അവരങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ഇട്ടാവട്ടത്തിൽ മാത്രമേ അവർ സത്യങ്ങൾ കാണുന്നു. കേരളം എന്നുള്ള ഈ പ്രദേശം, ഈ ഭൂപ്രകൃതിയിൽ മാത്രമാണ് അവർ രാഷ്ട്രീയ സത്യങ്ങൾ കണ്ടെത്തുന്നത്. ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും കമ്മ്യൂണിസം എന്ന് പറയുന്ന കാലഹരണപ്പെട്ട ഒരു നാണയമായിട്ട് മാറിയിട്ടും, എടുക്കാത്ത ഒരു നാണയമായിട്ട് മാറിയിട്ടും, അവിടെയെല്ലാം വലതുപക്ഷ ലിബറൽ ചിന്താഗതികളും വളരെ ശക്തമാവുകയും അതിനനുസരിച്ചുള്ള ഗവൺമെൻറ്റുകൾ ലോകം എമ്പാടും ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ മാറ്റുന്നതും ഒന്നും അവർ കാണുന്നില്ല. അങ്ങനത്തെ ഫലമായിട്ട് കമ്മ്യൂണിസ്റ്റ് ചൈന പോലും മുതലാളിത്തത്തിൻ്റെ വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് വന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യമാണെന്നിരിക്കെ ഈവൻ കേരളത്തിൽ പോലും മുതലാളിത്തത്തിൻ്റേതായിട്ടുള്ള ചങ്ങാത്തം, അദാനി ഉദാഹരണം, അങ്ങനെയുള്ള ചങ്ങാത്തങ്ങൾ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വലിയ പ്രഭാവലയം വീശുന്നുണ്ടെന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കുറേ കൂപമണ്ഡൂവങ്ങൾ സ്റ്റുഡിയോകളുടെ ഇട്ടാവട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. സ്റ്റുഡിയോ, ടാറ്റയുടെ സ്റ്റുഡിയോ ഏറ്റവും കൂടുതൽ യുവതലമുറയുടെ ഒരു ഹരം തന്നെയാണ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ. അവര് കുറച്ച് പേര് അതൊരു മാർക്കറ്റിംഗ് ആയി, അവർക്ക് സ്റ്റുഡിയോയ്ക്ക് തന്നെ ഒരു മാർക്കറ്റിംഗ് ആയിട്ട്. ഞാൻ പറഞ്ഞത് കേട്ട് ശ്രദ്ധിച്ചില്ല, ഞാൻ സ്റ്റുഡിയോ എന്നാ പറഞ്ഞത്. സ്റ്റുഡിയോയുടെ ഇട്ടാവട്ടത്തിലാണ്. സ്റ്റുഡിയോ അല്ല, നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വരുന്നതേ ഉള്ളൂ. സ്റ്റുഡിയോയുടെ ഇട്ടാവട്ടത്തിലിരുന്നു കൊണ്ട് പൂവമണ്ഡുവങ്ങളെപ്പോലെ കമ്മ്യൂണിസത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കും. കാരണം ഏത് ചാനലാണെന്നുള്ള അവർക്ക് വിഷയമല്ല. ഏത് ചാനലിൽ വന്നു കഴിഞ്ഞാലും തങ്ങളുടെ കമ്മ്യൂണിസം, SFI രാഷ്ട്രീയത്തിൻ്റെ അവശേഷിപ്പുകൾ, ബാക്കി പത്രം, അതിൻ്റെ അവതരണമാണ് അവർ നയമായിട്ട് സ്വീകരിച്ചത്. അതിനെതിരായിട്ടുള്ളതെല്ലാം അവർ തെറ്റെന്ന് കരുതുന്നതെല്ലാം തെറ്റെന്ന് ഉള്ള ഒരു വിശ്വാസ ഗോപുരമാണ് അവരുണ്ടാക്കുന്നത്. അവരുടെ നറേറ്റീവുകളും അവരുടെ ആങ്കറിങ്ങിലും എല്ലാം കാണും. അതിനെതിരായിട്ടുള്ളതിനെ ഒന്നും അംഗീകരിക്കാൻ, അതിന് മറുപടി പറയാനോ അവർ തയ്യാറാവുന്നത് അതെല്ലാം തെറ്റ് എന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയാണ്. അങ്ങനെ ഒരു മുൻവിധിയോടുകൂടിയാണ് വാസ്തവത്തിൽ സ്റ്റുഡിയോ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വിദ്യാർത്ഥി സംഘടന എടുത്ത നിലപാടിനെ അവർ വെള്ളപൂശി കാണിക്കുന്നത്. ഓരോരുത്തർക്കും തീർച്ചയായിട്ടും അവർക്ക് അവരുടെ വിചാരങ്ങൾക്കനുസരിച്ചുള്ള പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടാൻ തീർച്ചയായിട്ടും ഇന്ത്യയുടെ മഹാജനാധിപത്യം അതിന് വേണ്ടുന്ന അവസരങ്ങൾ നൽകുന്നുണ്ട്, സ്വാതന്ത്ര്യങ്ങളും നൽകുന്നുണ്ട്. അത് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്തൊരു പാതകമാണ് എന്നുള്ള ചിന്ത, അതിനെക്കുറിച്ചൊരു വിചാരം വേണം. തികച്ചും ടാറ്റ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനോടുള്ള വിരോധം കൊണ്ട് മറ്റു മതങ്ങളെപ്പോലെ തന്നെ ലോകത്തെമ്പാടും പീഡനം നേരിട്ടപ്പോൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്നവരാണ് ഈ ടാറ്റയുടെ ഒറിജിനൽ കുടുംബമായ പാഴ്സികൾ. ആ പാഴ്സികൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഇരു കൈകളും നീട്ടി ഇന്ത്യ സ്വീകരിക്കുകയായിരുന്നു. റോഹിംഗ്യ മുസ്ലിങ്ങളെപ്പോലെ ഇന്ത്യക്കെതിരായിട്ടുള്ള ദേശദ്രോഹ പ്രവർത്തനങ്ങളിലല്ല അവരേർപ്പെട്ടത്. അവർ ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഇന്ത്യയെ വളർത്തുന്നതിൽ വലുതായിട്ടൊരു കേവലം 1% പോലും ഇല്ലാത്ത പാഴ്സികൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ 50%-ലധികം സംഭാവന ചെയ്തു എന്ന് പറയുമ്പോൾ, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഇളക്കി വിടുന്നത്. ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മനോഭാവത്തിൻ്റെ ഈ പ്രോഡക്റ്റുകൾ
ആ പ്രോഡക്റ്റുകളെ പിന്തുണയ്ക്കാൻ അവരുമായിട്ട് ഒരു കാലത്തും പ്രത്യയശാസ്ത്രപരമായിട്ട് യോജിച്ചു പോകാൻ കഴിയാത്ത കുറേ SFIക്കാരികളും കാരന്മാരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പൊ സന്ദീപ് ചോദിച്ച അതേ ചോദ്യമാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ടാറ്റയുടെ ഉണ്ട്. ഓടിക്കുന്ന വാഹനങ്ങൾ, വസ്ത്രങ്ങൾ മാത്രമല്ല, ടാറ്റ ഷീറ്റ്. ഒരു പക്ഷേ ഈ അപർണയുടെ വീട്ടിൽ പോലും, അപർണ പോലും ഉപയോഗിക്കുന്ന ടാറ്റയുടെ പ്രോഡക്റ്റുകളായിരിക്കും. ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കിലെ എല്ലാ ഈ പറയുന്ന സ്റ്റുഡൻസ് അസോസിയേഷനിലെ എല്ലാ വീടുകളിലും ഒരു ടാറ്റോയുടെ പ്രോഡക്റ്റ് കാണും അല്ലേ? ഉപ്പ് തൊട്ട് കർപ്പൂരം. ഇതെല്ലാം ബോയ്ക്കോട്ട് ചെയ്യാത്തതുണ്ട്. അതെ, വളരെ തൂമ്പ മണ്ണിൽ പണി ചെയ്യുന്ന കർഷകന് ടാറ്റയുടെയാണ് തൂമ്പയും അതിൻ്റെ ലോഹ ഭാഗങ്ങളൊക്കെ ടാറ്റ മുട്ടുസൂചി വരെയുള്ള സാധനങ്ങളോ വീട്ടിലേക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങൾ, ടാറ്റ അയഡൈസ്ഡ് സോൾട്ട്, ഇതൊക്കെ ഇല്ലാത്ത വീടുകൾ ഏതാണ്? ഇപ്പം നിങ്ങളുടെ ഉപകരണങ്ങളായിക്കോട്ടെ, ഗൃഹോൽപ്പന്നങ്ങളായിക്കോട്ടെ, നിങ്ങൾ കുറച്ചുകൂടെ ഒരു മധ്യവർഗ സമൂഹത്തിൽപ്പെട്ട ആളാണ്, നിങ്ങളുടെ കാറാകട്ടെ, എല്ലാം തന്നെ ടാറ്റ നിർമ്മിതമാണ്. ടാറ്റ നിങ്ങളുടെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും ടാറ്റയുടെ കാറുകൾ അഭിമാനപൂർവ്വം അവിടുത്തെ വിദേശികൾ ഓടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു വലിയൊരു വിപ്ലവമാണ്, വ്യവസായ വിപ്ലവമാണ് അവർ ഇന്ത്യയിൽ സൃഷ്ടിച്ചത്. അത് സൃഷ്ടിച്ചത് സോഷ്യലിസ്റ്റ് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണെന്നുള്ളതും മനസ്സിലാക്കണം. ഇതിപ്പോൾ ഒരു പ്രതിഷേധം, ജനാധിപത്യ രാജ്യമാണ്, പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട്, അതിൽ നമ്മൾ യാതൊരു മാറ്റമില്ല. അത് പറയുമ്പോഴും ഇത് എന്തിനാണ് പ്രതിഷേധം എന്നുള്ളത് അവിടെ ചോദ്യം ഉയരുന്നുണ്ട്. എന്ത് കാര്യത്തിനാണ്? കാരണം നമ്മളുടെ രാജ്യത്തിലെ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ യുദ്ധമല്ല, മറ്റൊരു രാജ്യത്തിൽ അവിടെ നടക്കുന്ന ആഭ്യന്തര കലാപം, ആഭ്യന്തര യുദ്ധത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ടാറ്റ ഗ്രൂപ്പിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ജമാഅത്തെ ഇസ്ലാമിക്കിലെ ഈ സ്റ്റുഡൻറ് സംഘടന നടത്തുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കത്തക്ക രീതി, നമ്മളുടെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഇല്ലായ്മ ചെയ്യത്തക്ക രീതിയിൽ ഇവർ നടത്തുന്ന ഈ പ്രതിഷേധത്തിന് യാതൊരു അംഗീകാരം നമ്മുടെ കേരളത്തിലല്ലാതെ വേറൊരിടത്ത് നടക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കും. ഇപ്പോൾ US നമ്മൾ കണ്ടാണ് പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ സ്റ്റുഡൻറ് സംഘടനകൾ നടത്തി. തൂത്തുവാരി എല്ലാത്തിനെയും ട്രംപ് ഓടിച്ചു അല്ലേ? എല്ലാ രാജ്യങ്ങളും, കാനഡ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും തൂത്തുവാരി ഓടിച്ചു. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ കേരളത്തിൽ മാത്രമേ ജമാഅത്തെ ഇസ്ലാമിക് സംഘടന ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ മാത്രം, മുസ്ലിം ലീഗൊക്കെ എന്ത് നല്ല ഇതാണ്, നമുക്ക് അവർ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. പക്ഷെ ഈ ചില സംഘടനകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. ഇതേ സംഘടന നമ്മുടെ പഹൽഗാമിൽ എത്ര ആൾക്കാരെയാണ് ഭീകരവാദികൾ വധിച്ചത്? ഒരു മെഴുകുതിരി കത്തിച്ചോ? ഒരു പ്രതിഷേധം നടത്തിയോ? കാശ്മീർ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. നമുക്ക് അതിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവർ ചെയ്തിട്ടുണ്ടോ? യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ രാജ്യത്തിൽ ഈ ഭീകരവാദികൾ നടത്തിയതിനോ ഒരു പ്രതിഷേധം നടത്താതെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ തുർക്കിയും ചൈനയും പാകിസ്ഥാന് അനുകൂലമായിട്ട് നിന്ന് എന്തുകൊണ്ട് തുർക്കിയുടെ പ്രോഡക്റ്റുകൾ ഇവർ ബോയ്ക്കോട്ട് ചെയ്തില്ല? ചൈനയുടെ പ്രോഡക്റ്റുകൾ എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച് വന്നോ? ഇല്ല. സംഘപരിവാർ തന്നെ അല്ലെങ്കിൽ RSS സംഘടനകൾ വന്നിട്ടുണ്ട്. ബാക്കി ഇവരുടെ ഈ സംഘടനയിലെ ഏതെങ്കിലും ഒരു വ്യക്തികൾ അത്രയും ചെയ്തിട്ടുണ്ട്? ഈ സ്റ്റുഡൻറ് സംഘടന അന്ന് എവിടെ പോയിരുന്നു? അന്ന് ഇല്ലാത്ത ഇത് മറ്റൊരു രാജ്യത്തിലുണ്ടായ നരഹത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ യുദ്ധസമാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രതിഷേധിക്കുക. ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിന്, ടാറ്റ ഗ്രൂപ്പിന് സ്റ്റുഡിയോ പോലുള്ള സംരംഭങ്ങൾ അടച്ചുപൂട്ടാൻ വേണ്ടി വ്യഗ്രത കാണിക്കുക. ഇതിൽ എന്താണ് സംഘപരിവാർ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് സംഘപരിവാർ. അതിന് സന്ദീപ് നൽകിയ ഒരു മറുപടിയുണ്ട്. BJPയോ RSSോ ഒന്നും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇവർക്കെതിരെ നടത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ വികാരമാണ് അല്ലേ? അപ്പം ഇതിന് സാറിന് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി സാറിന് എന്താണ് ഇതിലുള്ള മറുപടി? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 100% ശരി തന്നെയാണ്, പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആദ്യം ചോദിച്ച ചോദ്യം, കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു? അതിന് അനുകൂലമായിട്ടൊരു സാഹചര്യം, ഒരു ഇക്കോസിസ്റ്റം നമുക്കിവിടെ ഉണ്ട്. എല്ലാ രാജ്യവിരുദ്ധ ശക്തികളും സുരക്ഷിതരാണിത്. ഇവിടെ ദേശവിരുദ്ധവും അതുപോലെ മോദി വിരുദ്ധവുമായിട്ടുള്ള എല്ലാ ശക്തികളും സുരക്ഷിതരാണ്. പലസ്തീൻ ഹമാസിന് പോലും ഇവിടെ വന്നിട്ട് പോകാൻ പറ്റുന്നുണ്ട്. തീവ്രവാദികൾക്കും ഇവിടെ ഒളിച്ചിരിക്കാനും പരിശീലനം നടത്താനുമുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. ഭയക്കേണ്ട കാര്യമില്ല. PFന്റെ സ്വത്തുകൾ കണ്ടുകെട്ടണമെന്ന് കോടതി പറഞ്ഞപ്പോൾ അത് വളരെ ഏറ്റവും സാവധാനത്തിലാക്കി. അത് പതുക്കെ മതിയെന്ന് പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പെൺകുട്ടിയുടെ പേരെന്താണ്? അപർണ. ആ അപർണ എന്ന് പറയുന്ന പെൺകുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള വായ്ത്താരികളൊക്കെ സ്റ്റുഡിയോയിൽ നിന്ന് പുറപ്പെടുവിക്കും. ഈ വിളച്ചിലുകൾ പറയുമ്പോഴും, വിളച്ചിൽ പറച്ചിലെന്നേ പറയാൻ പറ്റും, ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്
നടത്തുന്ന വിളച്ചിൽ പറച്ചുകൾക്കപ്പുറം ഒന്നുമല്ല. ടാറ്റ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവന, സ്വാതന്ത്ര്യ സമരം മുതൽ ടാറ്റ ചെയ്തിട്ടുള്ള സംഭാവനകൾ എന്താണെന്ന് മനസ്സിലാക്കണം. എല്ലാ പൊതുമേഖലയിലുള്ളതല്ല, മുതലാളിത്ത സ്ഥാപനങ്ങളും ഒരു ഫണ്ട് പബ്ലിക്കിന് വേണ്ടി കൊടുക്കണം. അതിനാണ് കോർപ്പറേറ്റീവ് സോഷ്യൽ ഫണ്ട് എന്ന് പറയുന്നത്, CSR ഫണ്ട് എന്നാണ് പറയുന്നത്. ആ പൈസ പല സ്ഥാപനങ്ങളും കൊടുക്കാറില്ല. കൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ്, നിയമമല്ല. അതുകൊണ്ട് പലതും കൊടുക്കാറില്ല. ടാക്സ് കൊടുക്കുന്ന പോലെ ഒരു നിഷ്കർഷ പുലർത്താതെ. അതേസമയം കിട്ടുന്നതിൻ്റെ ലാഭത്തിൻ്റെ 50% കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതാണ് CSR എന്ന് പറയുന്നത്. അതിനുവേണ്ടി കൊടുക്കുന്ന സ്ഥാപനമാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ സയൻസസ് ലാഭത്തിന് വേണ്ടി നടത്തുന്ന സ്ഥാപനമല്ല, ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള റിസർച്ച് നടത്തുന്ന സ്ഥാപനമാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആയിട്ട് തുടങ്ങിയ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടി അവർ ചെയ്ത സംഭാവനയാണ് ഇന്ത്യക്ക് ഇത്. അതുപോലെ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഏതു സാധനവും നിങ്ങളുടെ ടാറ്റയുടെ സഹായമില്ലാതെ ഇന്ത്യയിലല്ല ലോകത്തൊരിടത്തും ജീവിക്കാൻ സാധ്യമല്ല. അതുപോലത്തെ ഉള്ള ഒരു ഇക്കോസിസ്റ്റമാണ് ലോകത്ത് മുഴുവനുള്ളത്. ലാഭേച്ഛ ഇല്ലാത്ത നിങ്ങളുടെ ഈ മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് നിങ്ങൾ പറയുന്ന എക്സ്പ്ലോയിറ്റേഷനാണ്. ആ ചൂഷണമില്ലാത്ത സ്ഥാപനമാണ് അവരുടെ ആളുകൾക്ക്. അതുപോലെ അവരുടെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്ന ഈ സർവീസ് പ്രൊവൈഡർ എത്ര ലക്ഷം ഭാരതീയർക്കാണ് ജോലി കൊടുത്തിട്ടുണ്ട്, എത്ര കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ സ്റ്റാഫിന് തന്നെ അവരുടെ കമ്പനിയിൽ ഓഹരി കൊടുക്കുകയാണ് അവർ. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്, മാതൃക കാണിക്കുന്നത്. ഒരു മുതലാളിയല്ല, അത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ദേശീയ ബോധമുള്ള, വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ട് ഇന്ത്യയോട് കൂറ് കാണിക്കുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ രഞ്ജിനി പറഞ്ഞതിനോടൊരു കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ഈ തുർക്കിയെക്കെതിരെ നിലപാടെടുത്ത ഇന്ത്യൻ മുസ്ലിങ്ങളുണ്ട്, ദേശീയ മുസ്ലിങ്ങൾ. പൂനെയിലെ വ്യാപാരികൾ കൂടുതലും മുസ്ലിങ്ങളാണ്. ടർക്കിഷ് ആപ്പിൾ എന്ന് പറയുന്ന സാധനം അവർ ബോയ്ക്കോട്ട് ചെയ്തു, അവരുടെ വലിയൊരു നഷ്ടം സഹിച്ചുകൊണ്ട്. അതാണ് ദേശീയ ബോധമുള്ള മുസ്ലിങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ദേശീയ വിരുദ്ധതയുള്ള ആൾക്കാർ ഇങ്ങനെ പ്രക്ഷോഭവും നടത്തും. അതുകൊണ്ട് ടാറ്റയുടെ വലിയ സ്ട്രക്ചറോ ഒന്നും ഉലയാൻ പോകുന്നില്ല. ഈ നല്ല നിലാവെളിച്ചം പരത്തുന്ന ചന്ദ്രബിംബത്തെ കണ്ട് ഓരിയിടുന്ന മൃഗങ്ങൾ വിചാരിക്കുക അത് ചന്ദ്രനിലെത്തുമെന്ന്. അതെത്താൻ പോകുന്നില്ല. ആ പ്രകാശങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ഇവരുടെ വായ്ത്താരികൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഈ അപർണയൊക്കെ പരത്തുന്ന. ഏതായാലും നമുക്ക് ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ന്യൂസ് 80ക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് ഒരിക്കലും RSS അനുകൂല അല്ലെങ്കിൽ BJP അനുകൂല പ്രേക്ഷകരില്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു. പക്ഷേ എന്നിട്ട് പോലും ഇതിൻ്റെ കമൻറ്റുകൾ RSS അനുകൂല പ്രേക്ഷകരല്ല. പക്ഷെ എന്നിട്ടും ഇതിൻ്റെ കമൻറ്റുകൾ ഞാൻ 1-2 വായിക്കാം. അങ്ങനെയെങ്കിൽ മാധ്യമ പ്രവർത്തകയോട് ഒരു ചോദ്യം. ഈ ടാറ്റ വിരുദ്ധ നിലപാടെടുത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരുടെ വീടുകൾ ടാറ്റ സ്റ്റീൽ കമ്പി ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയിട്ടുണ്ടല്ലോ, അത് പൊളിച്ചു കളഞ്ഞ് മാതൃകയാവുക. ഈ പെരുന്നാൾ സ്റ്റുഡിയോയ്ക്കൊപ്പം ആഘോഷിക്കും. ഇതുവരെ കയറിയിട്ടില്ല, ഏതായാലും കയറി വാങ്ങാൻ തീരുമാനിച്ചു. ഇതുവരെ സ്റ്റുഡിയോയിൽ പോയിട്ടില്ല, എന്തായാലും ഞാൻ അത് തീരുമാനിച്ചു. ടാറ്റയോട് ഇസ്ലാമിക് ഭീകര സംഘടനകൾക്ക് യോജിക്കാൻ കഴിയില്ല. ഇത്രയേറെ പണം ഉണ്ടാക്കിയിട്ടും ടാറ്റ ദേശവിരുദ്ധയ്ക്ക് കൂട്ടുനിന്നില്ല എന്നതാണ് അവർക്ക് സഹിക്കാൻ കഴിയാതെ പോയത് എന്ന് പറഞ്ഞ് തികച്ചും രാജ്യത്തെ തള്ളിപ്പറയുന്നത് പോലെയാണ് ഈ പലസ്തീൻ പ്രവണത. ഈ ആങ്കർ ന്യൂസ് 18 പൂട്ടിക്കും, ഞാൻ ഈ ചാനൽ ബഹിഷ്കരിക്കുന്നു, അപർണയ്ക്ക് വയറ് നിറച്ച് കിട്ടി എന്ന് പറഞ്ഞ് അതിന് വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ്. ഇത് സന്ദീപ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് ചാനലിൻ്റെ ചോദ്യമാണോ അതോ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അവതാരകയുടെ ആങ്കറുടെ ചോദ്യമാണോ എന്ന്. അതാണ് അറിയേണ്ടത്. ന്യൂസ് 80 എന്താണ്, ന്യൂസ് 80 എന്ന് പറയുന്ന പ്രസ്ഥാനം ആരുടേതാണ്, എന്താണ് എന്നുള്ളത് അപർണ എന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അല്ലേ? അതെ അതെ, അതൊന്നും അറിയാതെ ചുമ്മാതെ വിളച്ചിൽ ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ പലരും ഇതുപോലെ നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ഞാനുമാണ്. നമുക്കെല്ലാം നിലപാടുകളുണ്ട്, നമുക്കെല്ലാം ഓരോ പാർട്ടി. പക്ഷെ അത് പുറമെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി അംഗീകരിക്കുന്ന തരത്തിൽ ആവശ്യമില്ലാത്ത ഒരു പ്രതിഷേധമാണ് ജമാഅത്തെ ഇസ്ലാമി. പരസ്പരം വൈരാഗ്യം അവരിൽ നിന്ന് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ബംഗ്ലാദേശിലെ പള്ളികൾ, അതുപോലെ തന്നെ ബുദ്ധ പഗോഡകൾ എല്ലാം തകർക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. വർഗീയതയുടെ വിഷം നിറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരാണ്. അവരങ്ങനെ ചോദിച്ചു. ടാറ്റ എന്ന് പറയുന്നത് ഈ ദേശീയതയുടെ ഒരു വലിയ പ്രതീകമാണ്. നെഹ്റുവും എല്ലാം അംഗീകരിച്ച കാര്യമാണ്. ടാറ്റ ദേശീയതയുടെ വലിയൊരു പ്രതീകമാണ്. അപർണയ്ക്ക് ചോദിക്കാറുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപിനോട് ചോദിക്കാനേ, ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത് താങ്കളെ സിമ്പിളായിട്ട് ചോദിക്കാം.
അല്ലാതെ സംഘപരിവാർ വളരെയധികം ക്യാമ്പയിൻ ഇവർക്കെതിരെ നടത്തുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് ഇതൊക്കെ പ്രതിഷേധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു രാഷ്ട്രീയമാണ് അവിടെ. വലിയ പ്രധാനപ്പെട്ട ഇവർ ജമാഅത്തെ ഇസ്ലാമി പ്രതിഷേധം നടത്തി ആരും ചോദ്യം ചെയ്തില്ലല്ലോ. അവർ പ്രതിഷേധം നടത്തുന്നത് പോലെ അവരെ വിമർശിക്കാനുള്ള അവകാശവും ഈ രാജ്യത്തെ ആൾക്കാർക്കുണ്ട്. എന്ന് മാത്രമല്ല, ഞാനെടുക്കുന്ന നിലപാടെന്ന് ഞാൻ സ്റ്റുഡിയോ കണ്ടിട്ടേ ഉള്ളൂ പുറത്തു നിന്ന്. ഇനി അവിടെ പോയി വാങ്ങിക്കുക. എന്താണ് കാര്യമെന്നറിയോ? വലിയ സാമ്പത്തിക ലാഭവും നല്ല ക്വാളിറ്റി ഉണ്ടാവും. 932 രൂപയിൽ കൂടുതൽ വിലയുള്ള ഒരു സാധനവും ഇല്ല. അപ്പോൾ നമ്മുടെ ബജറ്റ് കുറച്ചുകൂടെ മിച്ച ബജറ്റായി. പെരുന്നാളിന് സ്റ്റുഡിയോയ്ക്ക് ഒരു മാർക്കറ്റിംഗ്, അതാണ് ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ഒരു പ്രയോജനം. അത് നന്നായി വരട്ടെ.